എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു കൃഷിയാണ് കേട്ടോ. ഒരു പ്ലാവും തൈ ഉണ്ടായിരുന്നു. അത് നമുക്കൊന്ന് മാറ്റി നടണം കേട്ടോ. അപ്പോൾ ഒരു ഡ്രമ്മ് രണ്ടാക്കി മുറിക്കുകയാണ് കേട്ടോ. കട്ടറൊക്കെ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനും ചേട്ടനും കൂടിയായിട്ടാ ചെയ്യണേ. അബിക്കുട്ടനാണ് വീഡിയോ എടുത്തു തരുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കൂടി ഉള്ളൂ കേട്ടോ അത് വിടാനായിട്ട്. സെറ്റ്. അപ്പോൾ രണ്ട് ഇതാക്കി പാർട്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു ഇതിനകത്ത് നമുക്ക് നമ്മുടെ പ്ലാവ് നടാം. ഒരെണ്ണത്തിൽ വേറെ എന്തെങ്കിലും മേടിച്ച് നടാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ, വെള്ളം പോവാനായിട്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് കൽപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ സൈഡിൽ നമ്മൾ കൽപ്പൊടിയൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കൃഷിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിൽ അധികം സ്ഥലമൊന്നും ഇല്ലാത്ത കാരണം കൽപ്പൊടിയിൽ നടാമെന്ന് വെച്ചിട്ട് കൽപ്പൊടി കുറച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്താണ് ഞാൻ കുരുമുളക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തേക്കണത്. കൽപ്പൊടിയൊക്കെ ആദ്യം നമ്മൾ കൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്ലാവ് ട്ടാ. അവൻ ഇത്തിരി അവിടെ നിന്ന് വലുതായി. ഞാനിത് മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് വിയറ്റ്നാം എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. 1 ഇയറിൽ കായ്ക്കുമെന്നൊക്കെയാണ് പറഞ്ഞേക്കണേ കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടനും അവനെ കൊണ്ടായതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനൊരു കുഴി കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനത് പ്ലാവ് അവിടെ നിന്ന് എടുത്തപ്പോൾ അതിൻ്റെ വേരൊക്കെ അടിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതാ നമ്മുടെ ഈ സൈഡിലൊക്കെ എന്നെ കൊണ്ട് ആവണ പോലെ ഞാൻ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ ഉണ്ട്, പിന്നെ ഒരു നാരകം നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അത് ചേട്ടൻ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ കവറിൽ നിന്ന് അതൊന്ന് പൊക്കിയെടുക്കണം. ചേട്ടൻ അതെടുത്ത് പൊക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനകത്ത് വെച്ച് കൊടുത്ത് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ടാങ്കിൻ്റെ മുകളിലാണ് വെച്ചേക്കണേ കേട്ടോ. നമുക്കധികം സ്ഥലമൊന്നുമില്ല വെക്കാനായിട്ട്. ഇത് തന്നെ ഇപ്പം നമ്മൾ പ്ലാവിനോടുള്ള ഒരു ഇതുകൊണ്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് ഞാൻ ഫ്ലിപ്പിൽ നിന്ന് മേടിച്ചതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ എൻ്റെ തൈ. ഇതിൻ്റെ 3 വെറൈറ്റി ഉണ്ട്, പിങ്ക്, വൈറ്റ്, യെല്ലോ. അപ്പോൾ ഇത് ഒന്ന് വളർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഇത് നമ്മളിന്ന് ഒരു എന്താ പറയുക, ഒരു PVC പൈപ്പൊക്കെ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. നമുക്ക് വലുതായി വരുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട് ഇത്. അപ്പം അതിൻ്റെ കടയ്ക്ക് മണ്ണില്ലാണ്ടേ ചേട്ടൻ ഇത്തിരി കൽപ്പൊടിയും കൂടി അതിന്മേൽ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ചുറ്റും നമ്മുടെ വേപ്പിലയുടെ ഇതൊക്കെയാണ് മുളച്ച് വന്ന് നിൽക്കണത് കേട്ടോ. കണ്ടോ? എൻ്റെ അത്യാവശ്യത്തിന് ഞാൻ നമ്മുടെ ഇവിടുന്ന് താഴെ നിന്നാണ് വേപ്പിലയൊക്കെ പൊട്ടിച്ചെടുക്കണത്. കണ്ടോ? സൂപ്പർ വേപ്പിലപ്പാടം. അപ്പം നമ്മുടെ ഇതുമ്മ ഒരു പൈപ്പൊക്കെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഇത്തിരി ചാണകത്തിൻ്റെ പൊടിയാണ് കേട്ടോ, അതൊന്ന് ഇട്ട് കൊടുക്കണം. ചക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ജീവനാണല്ലോ. ഇത് 1 ഇയറിൽ കായ്ക്കുമെന്നാ പറഞ്ഞേക്കണേ. അപ്പം അതുകൊണ്ടാണ് വേഗം ഒന്ന് പറിച്ച് മാറ്റി നടണം കേട്ടോ. ഇനി അതൊക്കെ ആവുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇനി കുറേശ്ശെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ പുറകെ കുറച്ച് സാധാ മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യക്കൂട്ടൻ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ചേട്ടൻ്റെ കൂടെ. സാധാരണ ഞങ്ങളിതെല്ലാം ഒരുമിച്ചാണ് ചെയ്യണത്. അപ്പോൾ ഇത്
ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ജോലിയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.